വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ള ഒരു ഡിഷാണ്. നമ്മൾ പല വിധത്തിൽ ബീഫ് ഉണ്ടാക്കാറുണ്ടല്ലേ, പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊറിയൻ ഡിഷാണ്. അതിൻ്റെ പേരാണ് ബീഫ് ബുൾഗോഗി. പേര് കേട്ടാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു 10 മിനിറ്റ് എടുക്കത്തുള്ളൂ. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, പക്ഷേ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ബീഫ് ബുൾഗോഗിക്ക് വേണ്ട ബീഫ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ സ്റ്റൂ ടൈപ്പ് ആയിട്ടുള്ള ബീഫാണ് ഞാനിവിടെ മേടിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ വലിയ പീസാണെങ്കിൽ കട്ട് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട്. എന്തായാലും നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് അരിയണം. വളരെ തിൻ സ്ലൈസ് ആയിട്ടാണ് ഇത് അരിയേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ അരിയുന്നത് നിങ്ങൾ നോക്കണം. ഇതുകൊണ്ടോ ഇതുപോലെ വളരെ തിന്നായിട്ട് വേണം നമ്മൾ ബീഫ് അരിയാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെക്കണം. അതിനുവേണ്ടി ഞാനൊരു 4 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഞാനിത് അരയ്ക്കാനായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, വലിയ പീസായിട്ട് വെച്ചാലും നമുക്ക് അരയ്ക്കാവുന്നതാണല്ലോ. പിന്നെ കുറച്ച് ഗ്രീൻ ഒനിയനാണ്. അതിൻ്റെ തിക്കായിട്ടുള്ള പാർട്ടുകൾ നമ്മൾ ഈ ബീഫ് മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അത് മിക്സ് ചെയ്യണം. പിന്നെ തിന്നായിട്ടുള്ള ഭാഗം ഞാനിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. രണ്ടും രണ്ടായിട്ട് തന്നെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു ഒനിയൻ അരിയണം. അതിൻ്റെ ഒരു പകുതി, ഇതൊരു വലിയ ഒരു ഉള്ളിയാണ്, അപ്പോൾ അതിൻ്റെ ഒരു പകുതി എടുത്താൽ മതി. അതുകൂടെ ഞാനിവിടെ അരിഞ്ഞു വെക്കുകയാണ്. അപ്പം ഇതും നമുക്ക് അരയ്ക്കാനുള്ളതാണ്, അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്താൽ മതി. അപ്പോൾ വലിയ ഉള്ളി ആയതുകൊണ്ട് അതിൻ്റെ 4-1 ഞാൻ എടുത്തുള്ളൂ. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത് ആപ്പിൾ പെയർ, മീറ്റ് ടെൻഡറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ആപ്പിൾ പെയർ കിട്ടുന്നില്ലെങ്കിൽ നമുക്കതിന് പകരമായിട്ട് കിവി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് പപ്പായ അല്ലെങ്കിൽ കപ്ലങ്ങ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ സാധാരണ പെയർ ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്, കാരണം ഈ പെയറാണ് നമ്മുടെ ടെൻഡറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 4-1 മതി. അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതും നമുക്ക് അരച്ച് ചേർക്കേണ്ടതാണ്. അതുകൊണ്ട് ചെറുതായിട്ട് തന്നെ അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ അരിഞ്ഞങ്ങ് വെക്കണം. അപ്പോൾ നമ്മുടെ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു 1 പൗണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ഗാർലിക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടത് ഉള്ളിയാണ്. ഒരു സവോളയുടെ 4-1 ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ പെയർ അല്ലെങ്കിൽ ഏഷ്യൻ പെയർ. പിന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ സോയ സോസ് വേണം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ. അതിന് പകരം നമുക്ക് സാധാരണ ഷുഗർ ആയാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രീൻ ഒനിയൻ ഉണ്ടല്ലോ, അതുകൂടെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് സെസമി ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് ഇതിന് എപ്പോഴും നല്ലത്. ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുക. ഗാർണിഷ് ചെയ്യാനുള്ള ഗ്രീൻ ഒനിയനാണ്. പിന്നെ വേണ്ടത് വെളുത്ത എള്ള് അല്ലെങ്കിൽ സെസമി സീഡാണ്. അത് വൈറ്റ് സെസമി സീഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പേരുണ്ടല്ലോ, ഇത് 3 കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിത് ഒരു ഫുഡ് പ്രോസസ്സറിനകത്തേക്ക് ഇടുകയാണ്. ഇത് നന്നായി അരിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ബീഫിനകത്തോട്ട് ചേർക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോയാ സോസ് കൂടി ഈ സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ ഒനിയൻ, പിന്നെ ബ്രൗൺ ഷുഗർ, പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതൊരു 1/2 ടേബിൾ സ്പൂണിൻ്റെ മെഷറിംഗ് സ്പൂണാണ് എൻ്റെ ഇരുന്നത്, അതുകൊണ്ട് ഞാനാണ് 2 പ്രാവശ്യം ഒഴിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അതൊന്ന് മാരിനേറ്റ് ചെയ്യണം. നമ്മൾ ഈ സോയ് സോസ് ഒഴിച്ചത് കൊണ്ട് വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് നമുക്കൊരു ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ മിനിമം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് ഇത് കുറച്ച് ടെൻഡറൈസ് ചെയ്യുന്നത്, അതായത് സോഫ്റ്റ് ആകുന്നത്. കുറച്ച് കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു. അതിനുശേഷം ഞാനിത് പുറത്തെടുത്തതാണ്. ഒരു കാസ്റ്റ് അയണിൻ്റെ ഒരു പാത്രം എടുത്തു. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ നമ്മളങ്ങ് ഒഴിക്കുകയാണ്. നമ്മുടെ ബീഫ് ബുൾഗോഗി ഉണ്ടാക്കുമ്പോൾ അത് കാസ്റ്റ് അയൺ ആണെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത്, കാരണം നല്ല ചൂടുള്ള പാനിനകത്തേക്ക് ഇടുമ്പോഴാണ് ഇത് നന്നായി വരുന്നത്. ഇതില്ലെങ്കിൽ നമുക്ക് സാധാരണ നോൺ സ്റ്റിക്ക് പാനാണെങ്കിലും ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് മുഴുവനും നമ്മൾ ഇതിനകത്ത് ഈ പാനിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് നിരത്തിയിടാം. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് അത് നമ്മൾ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ തന്നെ ഇരുന്ന് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പൂണ് അല്ലെങ്കിൽ ഇതുപോലെ പിക്ക് ചെയ്യുന്ന ഇതുകൊണ്ട് അങ്ങനെ ഒന്ന് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം ഒരു കുറച്ചുകൂടെ നേരം നമുക്ക് വെയിറ്റ് ചെയ്യണം, കാരണം ഇത് പെട്ടെന്ന് വേകുന്നതാണ്, കാരണം തിന്നായിട്ടാണല്ലോ നമ്മളിത് അരിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്.
നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ബീഫ് ബുൾഗോഗി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം നമ്മൾ ഈ പാനിനകത്ത് ഒത്തിരി നേരം വെച്ചോണ്ടിരിക്കരുത് കേട്ടോ, കാരണം അത് പെട്ടെന്ന് തന്നെ അതങ്ങ് ഡ്രൈ ആവും, ഒത്തിരി അങ്ങ് ഹാർഡാവും. ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സെസമി സീഡ് ഉണ്ടല്ലോ, അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു പാനിനകത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിതുപോലെ കുറച്ച് അതിൻ്റെ ബീഫിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. കൂടെ കുറച്ച് ഗ്രീൻ ഒനിയനും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ ബീഫ് ബുൾഗോഗി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും സാധിക്കും. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കാൻ സാധിക്കും. സാധാരണ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് കിംച്ചിയാണ്. അത് നാപ്പ ക്യാബേജ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അത് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ക്യാബേജും ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഷുഗർ, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗർ, ഇത്രയും ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും നമുക്കൊരു ബോളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആ ക്യാബേജും ക്യാരറ്റും കൂടെ നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ ഷുഗർ, പിന്നെ 3 ടേബിൾ സ്പൂൺ വിനീഗർ, ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരുടെ എരിവനുസരിച്ച് നമുക്ക് ചേർക്കാം. കാരണം നമ്മൾ ബീഫ് ബുൾഗോഗിക്കകത്ത് ഒട്ടും തന്നെ എരിവില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് എരിവൊക്കെ ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ മുളക് പൊടി ഇടാം കേട്ടോ, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബാസ്മതി റൈസാണ്. ഇല്ലെങ്കിൽ നമുക്ക് ജാസ്മിൻ റൈസ് ആയാലും കുഴപ്പമില്ല. അപ്പം റൈസും കുറച്ച് ബീഫ് ബുൾഗോഗിയും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാലഡ് കൂടെ ഇതിനൂടെ നമ്മൾ സെർവ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ക്യാബേജും ക്യാരറ്റും ചേർത്തുണ്ടാക്കിയ ആ സാലഡിൻ്റെ ഒരു എരിവും പിന്നെ ആ ബീഫിൻ്റെ ഒരു ചെറിയ മധുരവും ഇതെല്ലാം കൂടെ കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് ബീഫ് ബുൾഗോഗി ഉണ്ടാക്കിയതെന്ന്. വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് എടുക്കത്തുള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഓരോ ആഴ്ച വീഡിയോ ഇടുമ്പോൾ കാണാൻ സാധിക്കും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.